അസ്സാം വലൈക്കും വർഹമത്തുള്ള. IT ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് വാട്സപ്പിലെ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഒരു ഭാഗമാണ്. ഈ വാട്സപ്പ് ഒഴിവാക്കാൻ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതിൽ കുറച്ച് നിയന്ത്രണങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വർക്കിനെയും അതേപോലെ തന്നെ വേറെ എന്ത് പ്രവൃത്തി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് സമയം ലാഭിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടത് ഈ നോട്ടിഫിക്കേഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഓൾറെഡി എന്തുണ്ട്, വാട്സപ്പിൻ്റെ അകത്തുണ്ട്. അത് കാണിക്കുക എന്നുള്ളതാണ് ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം. ഇതിൻ്റെ അകത്ത് 3 ഡോട്ട്സിൽ ഏറ്റവും മുകളിൽ ബാറ്ററിയുടെ തൊട്ട് താഴെയുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. ദെൻ അതിൽ സെറ്റിങ്സ് എന്നുള്ള ഭാഗമുണ്ട്. ആ സെറ്റിങ്സ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യാം. നോട്ടിഫിക്കേഷൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഇതിൽ വ്യത്യസ്ത തരം നോട്ടിഫിക്കേഷൻസ് കാണാം. ഒന്നെന്ന് വെച്ചാൽ സാധാ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാലുള്ള ഒരു ഇൻഡിവിജ്വൽ ഒരാൾ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാലുള്ള നോട്ടിഫിക്കേഷൻസ്, അതാണ് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം ഗ്രൂപ്പ്സ് എന്നുള്ളതാണ്. അഥവാ നമ്മളെല്ലാവരും ഒരുപാട് ഗ്രൂപ്പുകളിൽ മെമ്പേഴ്സ് ആയിരിക്കും. അപ്പം ആ ഗ്രൂപ്പുകളിൽ നിന്നുള്ളൊക്കെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഗ്രൂപ്പ്സ് എന്നുള്ള ആ ഒരു സെക്ഷൻ കാറ്റഗറി ഉള്ളത്. മൂന്നാമതായിട്ട് വാട്സപ്പുകളിൽ പലപ്പോഴും GCC കൺട്രീസിൽ നിന്നടക്കം, അതല്ല ഇപ്പോൾ നാട്ടിൽ നമ്മൾ കോൾ ചെയ്യാനടക്കം വാട്സപ്പ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ വാട്സപ്പ് കോൾസ് റിലേറ്റഡ് നോട്ടിഫിക്കേഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോൾസ് എന്ന് പറയുന്ന ഭാഗമുള്ളത്. ഈ കോൺവെർസേഷൻ ടോൺസ് എന്നുള്ളത് നോട്ടിഫിക്കേഷൻസിൻ്റെ ഭാഗമായിട്ട് വന്നിട്ട് നമുക്കൊരു മെസ്സേജ് അങ്ങോട്ട് അയക്കുമ്പോഴും അതേപോലെ തിരിച്ചൊരു മെസ്സേജ് ഇങ്ങോട്ട് വരുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഒരു സൗണ്ട് കേൾക്കാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ബൈ ഡീഫോൾട്ട് ആയിട്ടുള്ളൊരു ടോണാണ്. ഈ ടോണ് ഒന്നൊക്കെ കേൾക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് ഇതേപോലെ ഉള്ളത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഇറിറ്റേറ്റഡ് ആവും. അതേപോലെ തന്നെ നമ്മളെ കൂടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്വാഭാവികമായിട്ടും. അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരു മെസ്സേജ് അയക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യും, വേറെ ഒരു സൗണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. കോൺവെർസേഷൻ ടോൺസ് എന്ന് പറയുന്ന അത് ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തെയില്ല, നമ്മൾ അയക്കുന്ന മെസ്സേജുകൾക്കോ തിരിച്ചിങ്ങോട്ട് വരുന്ന മെസ്സേജുകൾക്കൊന്നും എന്തെയില്ല, സൗണ്ടോ കാര്യങ്ങളോ നോട്ടിഫിക്കേഷനോ ഉണ്ടാവില്ല. സൗണ്ട് റിലേറ്റഡ്, ഒരു ടോൺ റിലേറ്റഡ് വരില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മെസ്സേജസ് എന്നുള്ളതിൽ നോട്ടിഫിക്കേഷൻ ടോൺ ഉണ്ടാവും. അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈ ഡീഫോൾട്ട് നമുക്ക് വാട്സപ്പിലെ അവർ തന്നെ വെച്ചിട്ടുള്ളൊരു ടോണായിരിക്കും. അത് നിങ്ങൾക്ക് മാറ്റാം. ഈ നോട്ടിഫിക്കേഷൻ ടോൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ മ്യൂസിക് എന്നുള്ള സെലക്ട് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ ഈ ഫോണിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് ഫയൽസുകളാണ് കാണിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഏതെങ്കിലും പെർട്ടിക്കുലർ ഒന്ന് വേണം മാത്രം എന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ അത് സൈലൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സൈലൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ വൈബ്രേറ്റ് എന്നുള്ള ഓപ്ഷൻ പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ടാവുന്ന മെസ്സേജ് വരുമ്പോൾ എന്ത് ചെയ്യും, ഫോൺ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ മെസ്സേജസിലും ഓരോ ഗ്രൂപ്പിൽ മെസ്സേജ് വരുമ്പോഴടക്കം നമ്മുടെ ഫോൺ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതും ഒഴിവാക്കാവുന്നതാണ് നല്ലത്. ഫോണിപ്പോൾ നമ്മൾ കയ്യിലൊക്കെ പിടിക്കണമെന്നുള്ള ഒക്കെ വൈബ്രേഷൻ ഓഫാക്കുന്നതായിരിക്കും നന്നാവുക. വൈബ്രേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഡീഫോൾട്ട് എന്നുള്ളത് ആയിരിക്കും വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉണ്ടാവും. അത് ഓഫ് എന്നുള്ളത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കുക. എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾക്ക് ആവശ്യമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും മീറ്റിങ്ങോ അതല്ലെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് വൈബ്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ വൈബ്രേഷനിൽ തന്നെ ഡീഫോൾട്ടോ ഷോർട്ടോ പിന്നീട് തിരിച്ച് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാം. അതല്ലാതെ ഡെയിലി ഡേ ടു ഡേ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ബാറ്ററി സേവ് ചെയ്യാനൊക്കെ നമുക്ക് സഹായിക്കും. സോ വൈബ്രേറ്റും കൂടി ഓഫാക്കി ഇടുക. അതാണ് മെസ്സേജസിൻ്റെ അകത്തുള്ളത്. പിന്നെ ലൈറ്റ് എന്നുള്ളതാണ്. നമുക്ക് വ്യത്യസ്ത കളറുകളൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ വൈറ്റാണ് നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ കളറ്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ, വേണ്ട പോലെ സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ യൂസ് ഹൈ പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻസ്, അത് ഏറ്റവും ടോപ്പിൽ, സ്ക്രീനിൻ്റെ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ അലോസരപ്പെടുത്തുന്നുണ്ട്, നമ്മൾ ശ്രദ്ധയെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതും ഓഫാക്കിയിടുന്നതാണ് നല്ലത്. റിയാക്ഷൻ നോട്ടിഫിക്കേഷൻസും ഓഫാക്കുന്നത് നല്ല. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അയച്ച മെസ്സേജുകൾക്ക് ആരൊക്കെ റിയാക്ട് ചെയ്യുന്നുണ്ടോ അതൊക്കെ ഓരോ സമയവും വാട്സപ്പിൽ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇത്രയാണ് നമ്മൾ ഒരു മെസ്സേജിന് വേണ്ടിയിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻസ്. രണ്ടാമതായിട്ട് ഗ്രൂപ്പ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരുപാട് ഗ്രൂപ്പുകൾ നമുക്കുണ്ടാവും. ഈ ഗ്രൂപ്പിൽ നിന്നെല്ലാം വരുന്ന നോട്ടിഫിക്കേഷൻസ് നമ്മൾ നോക്കാൻ ശ്രദ്ധിക്കാനും നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ വർക്ക് ലൈഫിനെ തന്നെ അതേപോലെ തന്നെ നിത്യേനയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നന്നായിട്ട് ബാധിക്കും. നോട്ടിഫിക്കേഷൻ ടോൺ ഉള്ളതിൽ സൈലൻ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സൈലൻ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഡിപ്പെൻസ് അപ്പോൾ നിങ്ങൾ ഏത് ഫോണാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ
ഉണ്ടാകും. എന്നാലും ഈ നോട്ടിഫിക്കേഷൻ ടൂളിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് സൈലൻറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സൈലൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പുകളുടെ മെസ്സേജ് വരുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻസും ഓഫാക്കാനുള്ള ഓപ്ഷനാണ് ഈ പറഞ്ഞത്. അതും ഓഫാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ നോട്ടിഫിക്കേഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് നേരത്തെ പറഞ്ഞ പോലെ ഹൈ പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻസും റിയാക്ഷൻ നോട്ടിഫിക്കേഷൻസും ഓഫാക്കുന്നതാണ് നല്ലത്. അത് ത്രൂ വരുന്ന ഡിസ്ട്രാക്ഷൻസ് നമുക്ക് കുറക്കാം. അടുത്തതായി വരുന്നത് കോൾസ് ആണ്. ഇപ്പോൾ വാട്സപ്പ് ത്രൂ വരുന്ന കോളുകൾക്ക് നമുക്ക് നല്ലത് വേറെ ടോൺ വെക്കണം. അതിൽ ആ റിംഗ് ടോൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫയൽ മാനേജറോ അതില്ലെങ്കിൽ മ്യൂസിക് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വേണ്ട ഒരു ടോൺ സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ വാട്സപ്പിലൂടെ വരുന്ന കോളാണെന്നുള്ളത് നമുക്ക് ടോൺ കേട്ടാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ വൈബ്രേഷൻസ്, ആ കോളുകൾക്ക് വൈബ്രേഷൻ വേണമെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, അത് ഓണാക്കിയിടുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാനും ഓപ്ഷൻസ് ഉണ്ട്. നോട്ടിഫിക്കേഷൻ അങ്ങനെ വരുന്ന കോളുകൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ടോണും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ആവശ്യമാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ ടോൺ എന്ത് ചെയ്യാൻ പറ്റും, സെറ്റ് ചെയ്യാൻ പറ്റും. ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഓഫാക്കി വെക്കുകയാണ് നല്ലത്. അതേപോലെ തന്നെ വൈബ്രേഷനും സ്റ്റാറ്റസിന് വേണ്ടിയിട്ട് വൈബ്രേഷൻസും ഉണ്ട്. അതും ഓരോ സ്റ്റാറ്റസ് വരുന്ന സമയത്തും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേഷൻ വേണ്ടതല്ല, അതും ഓഫാക്കി ഇടാം. ഇത്രയാണ് നോട്ടിഫിക്കേഷൻസ് കൺട്രോൾ ചെയ്യാനും നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മളെ ഫോണിനെ ഉപയോഗിക്കാനും നമ്മളെ ഫോണിനെ വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇൻഷാല്ലാ അതും നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഈ ഒരു IT ജാലക എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.